നമസ്കാരം. മില്ലറ്റ് ഉപയോഗിച്ച് കുട്ടികൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന മില്ലറ്റ് കുക്കീസാണ് റാഗി മില്ലറ്റ് കുക്കീസ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. റാഗി കുക്കീസ് ഉണ്ടാക്കാൻ ആദ്യം കുക്കീസിന് ആവശ്യമുള്ള റാഗി പൊടി ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഓർഗാനിക് മുളപ്പിച്ച റാഗിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ റാഗിപ്പൊടിയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് 1 കപ്പ് റാഗിപ്പൊടിയാണ് നമ്മൾ അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. റാഗിപ്പൊടി വറുത്തെടുത്ത് കുക്കീസ് ഉണ്ടാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഓഫ് ചെയ്യാണ്. ഇനി ഇത് ഒന്ന് ചൂടാറി വരണം. ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. റാഗിപ്പൊടി നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പനഞ്ചക്കര പൊടിച്ചതാണ്. ഇതിപ്പോൾ 1/2 കപ്പാണുള്ളത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സ്വീറ്റ്നർ ചേർക്കാം. ഞാൻ ആദ്യം ശർക്കര തന്നെയാണ് ബേക്കിങ്ങിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശർക്കരയിൽ നിന്ന് പതുക്കെ പനം ചക്കരയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സീഡ്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, അതുപോലെ ആൽമണ്ട്സ്. ഇതെല്ലാം ഒരേ അളവിലെടുത്ത് ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ കുട്ടികളുടെ ഭക്ഷണത്തിലാണെങ്കിലും ഞങ്ങളുടെ ഭക്ഷണത്തിലാണെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. ഇല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് തന്നെയാണ് ഉള്ളത് വെച്ചെങ്കിൽ അത് മാത്രമായാലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സാധാരണ മില്ലറ്റ്സിന് ഗ്ലൂട്ടൻ ഇല്ല, ഇങ്ങനെ പൊട്ടിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഫ്ലാക്സ് സീഡ് പോലെയുള്ളതൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു ബൈൻഡിങ് കിട്ടും, പൊട്ടിപ്പോവാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിന് ഗുണങ്ങളും കൂടുതലും കിട്ടും. അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കണേ. ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ തടുത്തവി വെച്ചിട്ടോ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/3 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പതുക്കെ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ചേർത്ത് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂണായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റണം. ഇപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മാവ് എല്ലാം കൂടി യോജിപ്പിച്ച് ഇതുപോലെ ഒന്നാക്കി എടുക്കണം. ഇനി ഇതുപോലെ ഒരു റോളർ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് പരത്തിയെടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, മില്ലറ്റ് മാത്രമായതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഈ ഡോയുടെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിൽ റോളർ വെച്ച് പരത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് വെറുതെ പ്രസ് ചെയ്ത് ഓരോ കുക്കീസ് ഷേപ്പാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. ഞാനിതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് അധികം കട്ടി കുറയ്ക്കാൻ പറ്റില്ല, മില്ലറ്റ് ആയതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് കട്ടി കുറഞ്ഞത് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിതുപോലെ കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് വേണം എന്നുള്ളവർക്ക് അടുപ്പിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അതൊക്കെ മുമ്പ് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിന്ന് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180-ൽ ആദ്യം തന്നെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടണം 10 മിനിറ്റ്. അതിന് ശേഷം ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും കുക്കീസ് ആയി വരാനായിട്ട്. അത്രയും സമയം നമുക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കുക്കീസ് റെഡിയായി വന്നിട്ടുണ്ട്. എനിക്ക് 20 മിനിറ്റാണ് എടുത്തത് ഇത് ബേക്ക് ചെയ്യാനായിട്ട്. നമ്മുടെ ഉണ്ടാക്കുന്ന കുക്കീസിൻ്റെ തിക്നെസ് അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം. നന്നായി ചൂടാറിയതിന് ശേഷമാണ് കുക്കീസ് നല്ല ഹാർഡായിട്ട് വരിക, അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ കഴിക്കാൻ. അപ്പോൾ ഇത് കുറച്ച് നാൾ കേടാവാതെ ഇരുന്നോളും. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ.